കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇടുക്കി ഹൈറേഞ്ചിന് തനതായ ചില രുചിക്കൂട്ടുകളുണ്ട്. അത്തരത്തിലൊരു വിഭവം ഇടുക്കിയിൽ തയ്യാറാകുന്നുണ്ട്. അതെന്താണെന്ന് രുചി നോക്കി ഒന്ന് വരാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പെരിയാറിലാണ്. പെരിയാറിൻ്റെ തീരത്ത് ഉപ്പുതറ പഞ്ചായത്തിൽ. ഈ കുടിയേറ്റ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ രുചിക്കൂട്ടായിരുന്നു ചെണ്ടൻ കപ്പയും ഒപ്പം തന്നെ തെരണ്ടി മീൻ ചുട്ടരച്ച ചമ്മന്തി. അപ്പം ആ പെരിയാറിൻ്റെ തീരത്ത് ആ കുടിയേറ്റ കാലത്തിൻ്റെ രുചിക്കൂട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. കപ്പ പൊളിക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടി, കത്തി ഒടിഞ്ഞു പോയി. പക്ഷേ നമ്മളങ്ങനെ പരാജയപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ള കത്തിക്ക് നമ്മൾ ഇതിനെ റെഡിയാക്കും. നമ്മുടെ കപ്പ നമ്മൾ മുറിച്ച് കഴുകി ഇങ്ങനെ കലത്തിനാക്കി അടുപ്പിൻ്റെ സൈഡിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ തീ കത്തിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. അരി കത്തിക്കോളൂ. എല്ലാ സൈഡിൽ നിന്ന് കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഊതണ്ട വരുന്നില്ല കേട്ടോ. ഇനി പുറത്തെ തൊലി ചെത്തിക്കളയണം. ഇങ്ങനെ ആക്കി എടുക്കണം, എന്നാലും ചുട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മീന് വെന്ത് കഴിയുമ്പം ഇതെടുത്തിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് കാന്താരിയാണ്, ഈ വെള്ളക്കാന്താരി, നല്ല എരിവുള്ള കാന്താരി. അപ്പോൾ ഈ മീൻ ചമ്മന്തിക്ക് അല്പം എരിവ് കൂടുതലുണ്ടെങ്കിൽ ബെറ്ററാണ്. പിന്നെ നമ്മൾ ചുവന്നുള്ളിയും കൂടെ ഇതിനകത്ത് ഇടണം. പിന്നെ ഇതൊന്ന് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കപ്പ ഏറെക്കുറെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് പയ്യെ മാറ്റി വെച്ചിട്ട്, നല്ല കനലായി കിടപ്പുണ്ട് കേട്ടോ, ഇതിനകത്തേക്ക് ഈ മീനെടുത്ത് ഇങ്ങനെ വെക്കാം. അപ്പം മീൻ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ അരകല്ലെ വെച്ചിട്ടാണ് ചമ്മന്തിയാക്കുന്നത്. അപ്പോൾ അരകല്ലില്ലാത്തതുകൊണ്ട് നമ്മളൊരു സംവിധാനമൊക്കെ സെറ്റ് ചെയ്താണ് ഇങ്ങ് പോന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇടിക്കാം. ചെറിയ ടേസ്റ്റിന് വെളിച്ചെണ്ണ, ഇങ്ങനെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, പച്ച വെളിച്ചെണ്ണ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. അപ്പം കപ്പയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കൂട്ടുന്ന ഒപ്പം ഉണ്ടല്ലോ, ഈ കാന്താരി മുളകിൻ്റെ ഒരു അല്ലിയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ പുഴയും പ്രകൃതിയും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന് നമ്മളത് ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പം അവിടെ ഒട്ടും വേസ്റ്റ് ഇല്ലെങ്കിൽ മാലിന്യങ്ങൾ മിച്ചം വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇന്നത്തെ കാലഘട്ടം വലിയ അനിവാര്യതയുണ്ട്. എന്തായിരുന്നാലും ഹൈറേഞ്ചിൻ്റെ മറ്റൊരു രുചിക്കൂട്ടുമായി ഞങ്ങൾ വീണ്ടും എത്തും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.